ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടുകൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പതിവ് പോലെ ഒരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വിഷയം ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ മറ്റൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ, പലർക്കും അറിയാവുന്നതുപോലെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പുലർച്ചെ 12:30 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരം നടക്കുകയാണ്. പ്രാർത്ഥനക്കാർക്ക് എന്ത് ഫുട്ബോള്, എന്ത് മത്സരം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത്. ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർക്ക് സ്പോർട്സ് അല്ലെങ്കിൽ ഫുട്ബോൾ കളിയൊക്കെ പ്രസക്തമാണോ, അവർക്കത് കാണുന്നത് തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതൊരു പക്ഷേ ഈ വീഡിയോയോട് ചേർത്ത് അറ്റാച്ച് ചെയ്ത് തന്നേക്കാം. അതൊന്ന് കാണുന്നത് നല്ലതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ IHS മിനിസ്ട്രിയിൽ കൂടി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സിനിമ, സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കത്തോലിക്കർക്ക് നിഷിദ്ധമല്ല എന്ന് മാത്രമല്ല, അതൊക്കെ ഒരു സുവിശേഷ പ്രഘോഷണ ഉപാധി കൂടിയാണ്. അത് ഏറ്റവും അധികം വെളിപ്പെടുന്ന ഒരു ലോകകപ്പ് ഫുട്ബോളായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫുട്ബോൾ കളി വഴിയായിട്ട് അനേകം പേർക്ക് നമുക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റും. പ്രശസ്തരായ പല താരങ്ങളും അത് ഈ ലോകകപ്പിൻ്റെ സമയത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 അനുഭവം എനിക്കുണ്ടായത്, വളരെ ആധ്യാത്മിക ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്ന, ആധ്യാത്മികതയിൽ ഒത്തിരി ആഴപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കിടയ്ക്ക് പറഞ്ഞു, കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ അർജൻറ്റീനയായിട്ടാണ് ആ സഹോദരിക്ക് നല്ല സ്നേഹമുള്ളത്. അവരുടെ ഫാനൊക്കെ നമ്മൾ പറയുമല്ലോ എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അർജൻറ്റീനയുടെ കളി കാണും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഈജിപ്റ്റുമായിട്ട് മറ്റൊരു കളിയിൽ അർജൻറ്റീന 2 ഗോളിന് പുറകെ നിൽക്കുകയാണ്. കളി തീരാനുള്ള സമയമായി. അപ്പോൾ ഈ സഹോദരി ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മഹത്വത്തിന് വേണ്ടി 3 ഗോള് അർജൻറ്റീന അടിക്കണം. സാധാരണഗതിയിൽ അസാധ്യമായൊരു കാര്യമാണ്. കളി തീരാൻ പോകുന്നു. പക്ഷേ അന്ന് 3 ഗോളുകൾ അർജൻറ്റീന തിരിച്ചടിച്ച് വിജയിക്കുകയുണ്ടായി. അർജൻറ്റീന അങ്ങനെ തിരിച്ചടിച്ചു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അതേസമയത്ത് തന്നെ ഇപ്രകാരം ആഴത്തിൽ ആത്മീയജീവൻ നയിക്കുന്ന ഒരു വ്യക്തി ഇപ്രകാരം ഉള്ളൊരു കളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നതൊക്കെ എനിക്ക് കുറച്ചൊക്കെ വിസ്മയകരമായിട്ട് തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു ആധ്യാത്മികതയുടെ ഒരു വെളിപ്പെടലായിട്ട് കൂടി തിരിച്ചറിയാൻ വേണ്ടി പറ്റി. മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന കാര്യം പലർക്കും അത് ബോധ്യമായി വരുന്നു, പലരും പ്രാക്ടീസ് ചെയ്യുന്നു എന്നത് തിരിച്ചറിഞ്ഞു. ഒരു പേര് ഞാൻ മറന്നുപോയി, മുളവരിക്കൽ എന്ന മറ്റുമാണ് വീട്ടുപേര്, ബിനോജ് മുളവരിക്കൽ, അങ്ങനെ മറ്റു പേരുള്ള ഒരു വൈദികൻ. അദ്ദേഹം ധ്യാനഗുരുവൊക്കെയാണ്. സംഗീത മേഖലയിലൊക്കെ ഒത്തിരി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ലോകകപ്പുമായി ബന്ധപ്പെട്ട് അർജൻറ്റീന ടീമുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. അർജൻറ്റീന ടീം വളരെ പ്രത്യേകമായ രീതിയിൽ ലോകത്തിന് മുമ്പിൽ ഈശോയെ വെളിപ്പെടുത്തുന്നൊരു ടീമാണ്. അല്ലാത്ത ടീമുകളിലും കത്തോലിക്ക ധാരാളമുണ്ട്, ക്രിസ്ത്യാനി ധാരാളമുണ്ട്. എന്നാൽ അർജൻറ്റീന ടീം വളരെ പ്രത്യേകമായ രീതിയിൽ ഈശോയെ മഹത്വപ്പെടുത്തുന്ന കാഴ്ചയാണ് ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ചില ക്രൈസ്തവ കത്തോലിക്ക ചാനലുകളിലൊക്കെ ഓരോരോ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുമുണ്ട്. അപ്പോൾ അവരുടെ അർജൻറ്റീന ടീമിലെ എൻ്റെ നായകനും ലെജൻഡായിട്ട് അറിയപ്പെടുന്ന ലിയോ മെസ്സി എന്ന ആ സഹോദരൻ, ഞാൻ ഇന്നാണ് ഒരു വീഡിയോ കണ്ടത്. അദ്ദേഹം ഈ ലോകകപ്പിലേക്ക് വരുന്നതിന് മുമ്പ് താൻ ഇടാൻ പോകുന്ന ആ ബൂട്ട് ബ്ലെസ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ തന്നെ മറ്റൊരു താരത്തിൻ്റെ സോക്സിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം അതിൽ കാണാൻ വേണ്ടി സാധിച്ചു. പിന്നെ കളിക്കിടയിൽ അവർ ഹോളി വാട്ടർ എടുത്ത് ഉപയോഗിക്കുന്നു. ഒരു കളിക്ക് ശേഷം ഇവർ റൂമിലേക്ക് വന്ന് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഒക്കെ തിരുസ്വരൂപം എടുത്ത് വെച്ച് പ്രേസാന വർഷിപ്പ് തന്നു, അങ്ങനെ ദൈവത്തെ പാടി ആരാധിക്കുകയാണ്. അപ്പോൾ ഒരു തികച്ചും ഒരു ദൈവിക സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൺമുമ്പിൽ വ്യാപരിച്ചുകൊണ്ടുള്ള ഒരു ടീം പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ലിയോ മെസ്സി എന്ന് പറയുന്ന സഹോദരൻ എപ്പോഴൊക്കെ ഗോളടിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അത് വെച്ചിട്ട് ആകാശത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന്, ഇദ്ദേഹത്തെ മിശിഹ എന്നാണ് വിളിക്കുന്നത്. മിശിഹ എന്ന് പലരും ഇങ്ങനെ വിളിക്കുകയാണ്. ദൈവത്തെ പോലെ, ഫുട്ബോൾ ദൈവത്തെ പോലെ ഇദ്ദേഹത്തെ അനേകം പേര് കാണുന്നു, ആരാധിക്കുന്നു. പക്ഷേ അനേകം കോടി വ്യക്തികൾ, അനേകം കോടി മനുഷ്യർ തന്നെ ആരാധിക്കുമ്പോഴും തനിക്ക് ആരാധിക്കാൻ ഒരു ദൈവം വേണമെന്ന് മെസ്സി നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മൾ പിടിച്ചടക്കിയാലും ദൈവത്തെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ശൂന്യമായിരിക്കുമെന്നുള്ള ഒരു വലിയ അടയാളപ്പെടുത്തൽ മെസ്സിയിൽ കൂടി നമുക്ക് ലഭിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് വലിയൊരു മാതൃക അദ്ദേഹം നൽകുകയാണ്. ഇത്ര വലിയൊരു സ്ഥാനത്തായിരുന്നിട്ടും, ലോകത്തിൻ്റെ നെറുകയിലായിരുന്നിട്ടും അദ്ദേഹം തൻ്റെ ഈ കഴിവ് ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ പ്രാവശ്യം വെളിപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ ഇത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയുണ്ട്. നമ്മൾ നന്ദി പറയാൻ ശ്രദ്ധിക്കാറുണ്ടോ? അദ്ദേഹം വെറുതെ നന്ദി പറയുകയല്ല, ഇത് ലോക സമക്ഷം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ വാക്കുകൾ കൊണ്ട് ഹല്ലേലൂയ എന്ന് പറയുന്നു, ഇദ്ദേഹം ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എത്ര കോടിപ്പേരാണ്, നാനാജാതി മതസ്ഥരായ എത്രയോ കോടിപ്പേരാണ് ഇദ്ദേഹത്തിൻ്റെ ആ സാക്ഷ്യപ്പെടുത്തലിലൂടെ അവിടെ ഈശോയെ അറിയുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അദ്ദേഹം കുരിശ് വരയ്ക്കുമ്പോൾ തന്നെ അവിടെ ഈശോ എന്ന വ്യക്തി അദ്ദേഹം സന്നിഹിതമാക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ സാക്ഷ്യം ആ ടീമിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് അർജൻറ്റീന നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ ഇപ്രകാരമുള്ള ഈ ഒരു ലോക ഫുട്ബോൾ ഈ മത്സരം വഴിയായിട്ട് പല നല്ല സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, കായികപരമായ അങ്ങനെയുള്ള വിനോദങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. പക്ഷേ ഇതിൻ്റെ ഒന്ന് അടിമത്തത്തിലേക്ക് പോകരുത്. ഇപ്പം മെസ്സിയെ സ്നേഹിച്ച് മെസ്സിയെ ആരാധിക്കുന്നതിലേക്ക് പോകരുത്. ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയിലേക്ക് അത് വരരുത്. നമ്മളുടെ മറ്റ് ഉത്തരവാദിത്തം നിറവേറ്റുന്ന സമയ സാഹചര്യങ്ങളൊന്നും ഇതിൻ്റെ പുറകെ പോയി നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റും ഇപ്രകാരമുള്ള കുട്ടികൾക്കൊക്കെ ഈ കളി കണ്ട് ആസ്വദിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് തന്നെ ഒരു പ്രചോദനമാക്കി ആകാൻ വേണ്ടിയായിട്ട് അവധി നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ നന്മകളൊക്കെ വരുമ്പോൾ അത് പരസ്യമായിട്ട് വെളിപ്പെടുത്തി ഈശോയെ മഹത്വപ്പെടുത്താനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഈശോയെ ഒത്തിരിയേറെ മഹത്വപ്പെടുത്തുന്ന ലിയോ മെസ്സിക്കും അർജൻറ്റീന ടീമിനും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ചിലരൊക്കെ വേറെ ടീമിൻ്റെയോ അല്ലെങ്കിൽ വേറെ ചില വ്യക്തികളെയൊക്കെ ഫാനൊക്കെ ആകാം. ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അത് വലിയ വലിയ കളിക്കാർ വേറെ ഉണ്ട്, അല്ല ടീമുണ്ട്, അവരെല്ലാവരും ഇങ്ങനെ തങ്ങൾക്ക് വിജയം ലഭിക്കുമ്പോൾ പരസ്യമായിട്ട് ഈശോയെ മഹത്വപ്പെടുന്നവരായിട്ട് മാറട്ടെ. നമ്മൾ പ്രത്യേകിച്ച് ക്രൈസ്തവ കത്തോലിക്ക സെലിബ്രിറ്റികളൊക്കെ പരസ്യമായിട്ട് ഈശോയെ മഹത്വപ്പെടുന്നവരായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഫുട്ബോൾ കളിക്കുമ്പോഴും അങ്ങനെ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയ്ക്കും നല്ല ദൈവത്തിനൊക്കെ മഹത്വം കൊടുക്കുന്നവരായിട്ട് മാറട്ടെ. നമ്മളുടെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ടവരൊക്കെ സ്പോർട്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ പ്രാർത്ഥനാപൂർവവും ഒരു മിഷനായിട്ടും ഒക്കെ ഇതിനെ കാണുവാനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.